നമസ്കാരം ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ഓവൻ്റെ സഹായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് നല്ല സ്കിന്നോട് കൂടിയ ചിക്കൻ 2 പീസായിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുന്നതാണിത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതേ ചിക്കനിലേക്ക് മയറിനേഷന് വേണ്ടിയിട്ട് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഫുഡ് കളർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ. ഇത്രയും മാത്രമാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു ചെറിയ ഹാഫ് ടീസ്പൂണായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്ക് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മസാലകളെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ ഈ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഇനി ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 500 ഗ്രാംസ് നമ്മുടെ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അത് ഒരു 20 മിനിറ്റ് നമുക്ക് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും. അതിന് ശേഷം വേണ്ടത് സവാളയാണ്. ഒരു വലിയ സവാള ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്, ഒരു 4 ഏലക്ക, പിന്നെ ഒരു പകുതി ടേബിൾ സ്പൂണോളം നമുക്ക് ഫുള്ള് മല്ലിയാണ് വേണ്ടത്, പിന്നെ ബേ ലീവ്സ് 2 എണ്ണം. വെച്ചത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, അതേപോലെ മല്ലി, ബേ ലീവ്സ്, പിന്നെ നമ്മുടെ കുരുമുളകും ഇടുക. അതിനുശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരു ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 2 വെളുത്തുള്ളി എടുത്ത് നടുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതൊക്കെ ഇടുക. അതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഇത് അധികം മൂക്കണമെന്ന് ആവശ്യമില്ല. ഒരു ഏകദേശം ജസ്റ്റ് ഒരു കളർ മാറുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് നിർത്താവുന്നതാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബസുമതി റൈസ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പം അരി ഇട്ട ശേഷം അതിനകത്ത് നമ്മൾ ഒഴിക്കേണ്ട ഏകദേശം നമ്മൾ ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ അരി എടുത്തേക്കുന്നത് ആ സെയിം കപ്പിലുള്ള വെള്ളം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറിയ പച്ചമുളക് ഒരു 4-5 എണ്ണം നമ്മളതിൻ്റെ മുകളിൽ ഇട്ടിട്ട് തീ ഏകദേശം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ പച്ചമുളക് ഒരു 4-5 എണ്ണം നമ്മളതിൻ്റെ മുകളിൽ ഇട്ടിട്ട് തീ ഏകദേശം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ എടുക്കാം. അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവറൊക്കെ ചെയ്തിട്ട് കുറച്ച് അകത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഞാൻ എടുത്തത് ഒരു 2 ലെയർ അലുമിനിയം ഫോയിലാണ്. ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ ലെവലിൽ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു. അതിനുശേഷം നമ്മൾ മേലിലേക്ക് നമ്മൾ 2 ചിക്കനും പ്രോപ്പർലി ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്.
നമ്മൾ ഏകദേശം ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചെറിയ 1-2 ഹോൾസ് ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം നമുക്ക് താഴെ നിന്നുള്ള സ്റ്റീം വന്നിട്ടാണല്ലോ നമ്മളിത് ചിക്കൻ കുക്കാവുന്നത്. ഏകദേശം നല്ല രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നല്ല രീതിയിലുള്ള ഫാറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് റൈസിലോട്ട് സെറ്റായിട്ട് വരുന്നതാണ്. അതിനകത്തുള്ള സ്റ്റീം ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തന്നെ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കും. സോ സ്റ്റീമെല്ലാം നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ലോക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് റൈസിൻ്റെ അവസ്ഥ കൂടെ നോക്കാം. റൈസും ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒന്നും തമ്മിൽ ഒട്ടിയിട്ടില്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ എടുത്ത ഇല്ലേ ഗാർലിക്കെല്ലാം നല്ല സെയിം നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല ഫാറ്റ് എല്ലാം ഒരിക്കലും നല്ല സെറ്റായിട്ട് വന്നിട്ടാണ്. നമ്മൾ ഏകദേശം നല്ല സെറ്റായിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.